സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ സർക്കാരുണ്ടാക്കാൻ അതിവേഗ നീക്കവുമായി ടി.വി.കെ. CPM നേതൃത്വത്തെ ബന്ധപ്പെട്ട് വിജയ്. അഭിനന്ദനവുമായി രാഹുൽ ഗാന്ധി. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ അമ്പരിപ്പിക്കുന്ന മുന്നേറ്റത്തിന് പിന്നാലെ സർക്കാരുണ്ടാക്കാൻ വിജയിയുടെ അതിവേഗ നീക്കം. 107 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ടി.വി.കെക്ക് 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാനായില്ല. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 11 സീറ്റ് അകലമുള്ള സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ വിജയ് ചടുതൽ നീക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായി വിജയ് CPM നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. MK സ്റ്റാലിന്റെ DMK സഖ്യത്തിൽ മത്സരിച്ച് ജയിച്ച 2 MLA-മാരുള്ള CPM-നെ ഒപ്പം നിർത്താനാണ് ടി.വി.കെയുടെ ശ്രമം. എന്നാൽ ഇക്കാര്യത്തിൽ നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്നുമാണ് CPM വൃത്തങ്ങൾ നൽകുന്ന സൂചന. പത്മനാഭപുരം, കീഴേലൂർ എന്നീ സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ CPM വിജയിച്ചത്. CPM-നോടൊപ്പം മറ്റുള്ളവരെയും വിജയ് ബന്ധപ്പെടുന്നതായി വിവരം ലഭിക്കുന്നുണ്ട്. അതിനിടെ വിജയ് അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. വിജയുമായി സംസാരിച്ചുവെന്നും യുവാക്കളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന ഈ ജനവിധി അവഗണിക്കാൻ കഴിയില്ല എന്നും രാഹുൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം തുടരുമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും വിളിച്ചതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ടി.വി.കെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിലും ആകാംക്ഷ ഏറുകയാണ്. വിജയോടൊപ്പമുള്ള പഴയ ചിത്രം പങ്കുവച്ച കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തിയുടെ അനുമോദനമാണ് ഇക്കാര്യത്തിൽ ആകാംക്ഷയ്ക്ക് കാരണമായത്. പ്രവീൺ ചക്രവർത്തി വിജയ് കൂടിക്കാഴ്ച നേരത്തെ വിവാദമായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ടി.വി.കെ സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം DMK-ക്ക് ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെന്നൈ.